നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്ലാസ് ബി പവർ ആംപ്ലിഫയർ ആണ്. സോ ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് Q1 ആൻഡ് Q2, രണ്ട് ട്രാൻസിസ്റ്റേഴ്സ്, അത് രണ്ട് NPN ട്രാൻസിസ്റ്റേഴ്സാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് സൈഡ് കണക്ട് ചെയ്തേക്കുന്നത്, അതായത് കളക്ടർ സൈഡ് കണക്ട് ചെയ്തേക്കുന്നത് ഒരു ട്രാൻസ്ഫോമറിലേക്കാണ്. ദെൻ നമുക്കറിയാം ക്ലാസ് ബി ഓപ്പറേഷൻ, ഫോർ ക്ലാസ് ബി ഓപ്പറേഷൻ ദ ട്രാൻസിസ്റ്റേഴ്സ് ഷുഡ് ബി ബയാസ്ഡ് അറ്റ് കട്ട് ഓഫ് റീജിയൻ. So cutoff region means the output current will flow for 180 degree അല്ലെങ്കിൽ 1/2 of the input cycle. So ആ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഒരു ഹാഫ് മാത്രമേ അവിടെ കണ്ടക്ട് ചെയ്തുള്ളൂ. സോ 180 ഡിഗ്രി കണ്ടക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. സോ ടു എൻഷുർ 360 ഡിഗ്രി കണ്ടക്ഷൻ, ദിസ് ക്ലാസ് ബി ഓപ്പറേഷൻ ഷുഡ് ബി ഓപ്പറേറ്റഡ് ഇൻ പുഷ് പുൾ മോഡ്. സോ ഒരു ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ക്ലാസ് ബി പുഷ് പുൾ. So for 360 degree operation, the class B circuit should be operated in push-pull mode. So ഇവിടെ Q1, Q2 ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പുഷ് പുൾ മോഡ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബോത്ത് ട്രാൻസിസ്റ്റേഴ്സ് ആർ ബയാസ്ഡ് അറ്റ് കട്ട് ഓഫ് റീജിയൻ. സോ ക്ലാസ് ബി ഓപ്പറേഷൻ ആയതുകൊണ്ട് രണ്ട് ട്രാൻസിസ്റ്റേഴ്സും കട്ട് ഓഫ് റീജിയനിലാണ് ബയാസ് ചെയ്തിരിക്കുന്നത്. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് ഓഫ് ദ ഇൻപുട്ട് സൈക്കിൾ, സോ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നമ്മളിവിടെ VS എന്ന് പറയുന്നൊരു വോൾട്ടേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ദിസ് Q1 വിൽ കണ്ടക്ട്. Q1 കണ്ടക്ട് ചെയ്യുന്നത് വെൻ ദ ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ് എക്സീഡ്സ് ദ കട്ടിൻ വോൾട്ടേജ്, ഈ ബേസ് എമിറ്റർ വോൾട്ടേജിനെ കാട്ടി കൂടുമ്പോൾ, അതായത് ആ കട്ടിൻ വി ഗാമ വാല്യൂ അല്ലെങ്കിൽ കട്ടിൻ വോൾട്ടേജ് കൂടുമ്പോൾ ദിസ് ട്രാൻസിസ്റ്റർ വിൽ കണ്ടക്ട് ആൻഡ് എ കറണ്ട് IC1 വിൽ ഫ്ലോ ത്രൂ ദ സർക്യൂട്ട്. സോ ഈ ഒരു കളക്ടറിലൂടെ IC1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും. സിമിലർലി ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് Q2 കണ്ടക്ട്സ് ആൻഡ് എ കളക്ടർ IC2 ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ സെക്കൻഡ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്, ദറ്റ് ഈസ് ദ ഔട്ട്പുട്ട് കറണ്ട് IC2. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും IC1 plus IC2, that these two currents are combined in the load using a output transformer. സോ ഈ രണ്ട് സമ്മിൻ്റെയും കൂടെ കറണ്ട് സം ആയിരിക്കും ഇവിടെ ട്രാൻസ്ഫോമർ വഴി നമ്മൾ ഔട്ട്പുട്ടിലേക്ക് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാം, സിൻസ് RL ഈസ്, കാരണം ഓരോ ഹാഫ് സൈക്കിളിലും 180 ഡിഗ്രി ആണ് ഇവിടെ എൻഷുർ ചെയ്യുന്നത്. ദെൻ അത് കാരണം അത് ഇനിഷ്യലി ബയാസ്ഡ് അറ്റ് കട്ട് ഓഫ് റീജിയനിലാണ് ബയാസ് ചെയ്തിരിക്കുന്നത്. സോ 180 ഡിഗ്രി കണ്ടക്ഷൻ ഈച്ച് ട്രാൻസിസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. സോ ഇവിടെ നമുക്ക് പറയാം, സിൻസ് RL ഈസ് 0, ദ ക്വിസൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ കളക്ടർ ഈസ് VCC. സോ അതുകൊണ്ടാണ് നമ്മൾ ലോഡ് ലൈൻ വരയ്ക്കുമ്പോൾ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെ ഇവിടെയും DC ലോഡ് ലൈൻ വരയ്ക്കുമ്പോൾ VCC മാത്രമേ വരൂ, കാരണം നമ്മൾ RL എന്ന് പറയുന്നത് 0 ആണ്. സോ ദ ലോഡ് ലൈൻ വിൽ ബി എ വെർട്ടിക്കൽ ലോഡ് ലൈൻ. ഇനി നമ്മൾ AC ലോഡ് ലൈൻ വരയ്ക്കുമ്പോൾ, അതായത് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ, AC സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു RL ഡാഷിൻ്റെ കേസ് നേരത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തിരുന്നു. RL ഡാഷ് ഇക്വലൻ്റ് ടു ദാറ്റ് കളക്ടർ റെസിസ്റ്റൻസ്. സോ RL ഡാഷിൻ്റെ എഫക്റ്റ് വരും. സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു AC ലോഡ് ലൈൻ, ഒരു സ്ലോപ്പ് -1/RL ഡാഷ് സ്ലോപ്പുള്ള ഒരു AC ലോഡ് ലൈൻ നമുക്ക് റിഫ്ലക്റ്റ് ആവുന്നത്. സോ when AC signal is applied, the effect of RL dash comes and the circuit operates on AC load line. So ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ക്വിസൻറ്റ് കണ്ടീഷൻസ് ഒന്ന് പറയാം. ക്വിസൻറ്റ് കണ്ടീഷൻസ്: VCE is equal to VCC, then VCE peak to peak equal to 2 VCC. VCC ആണെങ്കിൽ VC peak to peak വാല്യൂ 2 VCC ആയിരിക്കും. Then IC peak to peak value will be 2 VCC by RL. സോ ഇത് വെച്ചിട്ടാണ് ലോഡ് ലൈൻ വരച്ചിരിക്കുന്നത്. Then the quiescent value of current ICQ will be equal to 2 VCC by pi into RL. അനാലിസിസ് നമുക്ക് ആവശ്യമില്ല. സോ നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സ്, ഫൈനൽ ഇക്വേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കാം. കൺവേർഷൻ എഫിഷ്യൻസി വാല്യൂ ഈറ്റ, അത് 78.5% ആണ് ക്ലാസ് ബി ഓപ്പറേഷന്.
ക്ലാസ് എയെക്കാട്ടി കൂടുതലാണ്. ക്ലാസ് എ നമ്മൾ പറഞ്ഞു 50% ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാം ട്രാൻസ്ഫോമർ കപ്പിൾഡ് വെച്ചിട്ട്. ദെൻ ഇവിടെ ടോട്ടൽ ലോഡ് പവർ PL is equal to VCC square by 2 RL dash. So ഇതാണ്, ഇതും RL dash ആണ്. So 2 VCC by RL dash, this is also RL dash. So total load power ൻ്റെ equation ഇതാണ്. Then collector dissipation value, PD equal to 0.1369 VCC square by RL dash, collector dissipation. Then figure of merit, F is equal to 0.39. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ക്ലാസ് പി പവർ ആംപ്ലിഫയർ അല്ലെങ്കിൽ ക്ലാസ് പി പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയും. ദെൻ ഇതിൻ്റെ ഒരു മോഡിഫൈഡ് സർക്യൂട്ടാണ് കോംപ്ലിമെൻ്ററി സിമെട്രി ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ട്രാൻസ്ഫോമറിൻ്റെ കോസ്റ്റും സൈസും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കോംപ്ലിമെൻ്ററി സിമെട്രി ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. ഇവിടെ നമ്മൾ ഈ ഒരു കോംപ്ലിമെൻ്ററി സിമെട്രി ക്ലാസ് ബി, കോംപ്ലിമെൻ്ററി സിമെട്രി മീൻസ് നമ്മളിവിടെ ഒരു NPN ട്രാൻസിസ്റ്റർ ഒരു PNP ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രണ്ട് ട്രാൻസിസ്റ്റേഴ്സിനെ സെപ്പറേറ്റ്ലി ബയാസ് ചെയ്തേക്കുവാണ്, രണ്ട് പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് ബയാസ് ചെയ്തേക്കുവാണ്. ദെൻ ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടാണ്. സോ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. So it consists of NPN PNP transistor pair. So during positive half cycle of the input voltage, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, സോ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. ഇപ്പോൾ ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. സോ this is N and P and this N. So during positive ഹാഫ് സൈക്കിൾ, സോ നമുക്ക് പറയാം NPNും ഇത് PNP ആണ്. ദിസ് ഇസ് NPN ആൻഡ് ദിസ് ഇസ് PNP. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. സോ ഈ ട്രാൻസിസ്റ്റർ Q1, സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ Q1 വിൽ കണ്ടക്ട് ആൻഡ് Q2 വിൽ ബി ഓഫ്. കാരണം ഇത് P, ഇത് പോസിറ്റീവ് മീൻസ് ദിസ് ട്രാൻസിസ്റ്റർ വിൽ ബി ഫോർവേഡ് ബയസ്ഡ്. സോ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ Q2 കണ്ടക്ട് ചെയ്യും, Q1 ഓഫ് ആയിരിക്കും. സോ ഈ രീതിയിലാണ് ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദ Q1 വിൽ കണ്ടക്ട് ആൻഡ് ദ കളക്ടർ കറണ്ട് വിൽ ഫ്ലോ ഫ്രം VCC. സോ ദിസ് ഇസ് VCC1 ആൻഡ് ദിസ് ഇസ് VCC2. സോ നമ്മൾ രണ്ട് സപ്ലൈ വോൾട്ടേജ് കൊടുത്തേക്കുവാണ്. സോ ദ കറണ്ട് വിൽ ഫ്ലോ ഫ്രം VCC ത്രൂ RL. ദെൻ നമ്മൾ രണ്ടാമത്തെ കേസിൽ ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദ ട്രാൻസിസ്റ്റർ Q2 വിൽ കണ്ടക്ട് ആൻഡ് ദ കറണ്ട് ഫ്ലോസ് ത്രൂ RL Q2. സോ ഇതാണ് രണ്ടാമത്തെ ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുന്നത് ആൻഡ് ദ കറണ്ട് ഡയറക്ഷൻ ഇസ് ത്രൂ RL ആൻഡ് Q2. ഈ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ കറണ്ടിൻ്റെ പാത്ത്. സോ ഈ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി സിമെട്രി പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. NPN PNP പെയർ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് ഡയഗ്രം എന്ന് പറയുന്നത് രണ്ട് പവർ സപ്ലൈ യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞു, രണ്ട് പവർ സപ്ലൈ റിക്വയർമെൻറ്റ്, അതുപോലെ തന്നെ ദ ടു പെർഫെക്റ്റ്ലി മാച്ച്ഡ് ട്രാൻസിസ്റ്റേഴ്സ്. ഇതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ആ ഫസ്റ്റ് സർക്യൂട്ടിന്. ഇത് നമ്മൾ ഓവർകം ചെയ്യാനാണ് രണ്ടാമത്തെ സർക്യൂട്ട്, അതായത് ഒരു സിംഗിൾ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ടുള്ളത്, അതായത് VCC ഒറ്റ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമ്മൾ ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ, സോ ദിസ് ഈസ്, ഇത് NPN ട്രാൻസിസ്റ്റർ ആണ് ഇത്. സോ ദിസ് ഈസ് NPN ആൻഡ് ദിസ് ഈസ് PNP ട്രാൻസിസ്റ്റർ. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സിംഗിൾ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാം. സോ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹിയർ ട്രാൻസിസ്റ്റേഴ്സ് ആർ കോൺഫിഗേർഡ് ആസ് എമിറ്റർ ഫോളോവർ വിച്ച് ഗീവ്സ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ഇൻപുട്ട് സിഗ്നൽ ലെവൽ. ഹിയർ Q1 കണ്ടക്ട്സ് ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കണ്ടക്ഷൻ. Q1 കണ്ടക്ട് ചെയ്യും. Q1 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ദ കപ്പാസിറ്റർ
the capacitor, this capacitor C will charge so through RL and VCC. During negative half cycle, Q2 conducts and the emitter current is supplied from the charge stored in the capacitor C. So ആ ഒരു കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. സോ ആ രീതിയിലാണിത് വർക്ക് ചെയ്യുന്നത്. സോ നമുക്കൊരു ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ദിസ് സിംഗിൾ പവർ സപ്ലൈ സർക്യൂട്ട്. ദെൻ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ലാർജ് വാല്യൂ കപ്പാസിറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഐ സിയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ആ സിയുടെ വാല്യൂ, ലാർജ് വാല്യൂ സി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കപ്പാസിറ്റർ സി വാല്യൂ ഷുഡ് ബി വെരി ഹൈ. സോ ഈ ഒരു സർക്യൂട്ടാണ് ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സർക്യൂട്ട്സ്, യൂസിങ് 2 പവർ സപ്ലൈ ആൻഡ് യൂസിങ് സിംഗിൾ പവർ സപ്ലൈ. സോ ദിസ് ഇസ് കോംപ്ലിമെൻ്ററി സിമെട്രി ക്ലാസ് ബി പുഷ് പുൾ ആംപ്ലിഫയർ. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമർ അല്ല യൂസ് ചെയ്തേക്കുന്നത്, പവർ സപ്ലൈസ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഈ ഒരു സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ക്ലാസ് ബി ആംപ്ലിഫയറിൻ്റെ ഒരു കോമൺ ഡിസഡ്വാൻറ്റേജ് ആണ് ക്രോസ് ഓവർ ഡിസ്റ്റോർഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതായത് നമുക്കറിയാം കട്ട് ഓഫ് റീജിയനിലാണ് ബയാസ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പുഷ് പുൾ ഓപ്പറേഷൻ. സോ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും നമ്മൾ കട്ട് ഓഫ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സോ നമുക്കറിയാം രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ആവുന്ന ഒരു സമയം, രണ്ട് ട്രാൻസിസ്റ്റേഴ്സും അതായത് Q1 ആൻഡ് Q2 ബോത്ത് ട്രാൻസിസ്റ്റേഴ്സ് ഓഫ് ആവും. അത് ഓഫ് ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഒരു സീറോ ക്രോസിംഗ് പോയിന്റിലാണ്. നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ സീറോ ക്രോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ആയിരിക്കും. സോ ആ കട്ട് ഇൻ വോൾട്ടേജ് അറ്റൈൻ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ആ ഉണ്ടാകുന്ന ഡിസ്റ്റോഷനെയാണ് ക്രോസ് ഓഫ് ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. സോ സിൻസ് ബോത്ത് ട്രാൻസിസ്റ്റേഴ്സ് ആർ ബയാസ്ഡ് അറ്റ് കട്ട് ഓഫ്, നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ലോഡ് ടിൽ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ എക്സീഡ്സ് കട്ട് ഇൻ വോൾട്ടേജ്. സോ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ സീറോ ക്രോസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ, ഈ പോയിന്റുകളിൽ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ആയിരിക്കും. സോ രണ്ട് ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ആയിരിക്കും മീൻസ് ദെയർ വിൽ നോട്ട് ബി എനി കറണ്ട് ത്രൂ ദ ലോഡ്. സോ ആ ഒരു കേസിനെയാണ് നമ്മൾ ഉണ്ടാകുന്ന ഡിസ്റ്റോഷനെയാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. ഇത് ക്ലാസ് ബിയിൽ കോമൺ ആയിട്ട് വരുന്നതാണ്. സോ ഇതിനെയാണ് നമ്മൾ ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഇനി ഇതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് അടുത്ത ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് എ ബി പുഷ് പുൾ ആംപ്ലിഫയർ ആണ്. അത് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.